എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഐ തിങ്ക് വളരെ ഡീപ്പായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗൈഡഡ് ജേണിയാണ് നമ്മളെ റീസെൻ്റായിട്ട് GCTP കഴിഞ്ഞ കോച്ച് ഷെഫീനയുടെ. കുറച്ചേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ, എങ്കിൽ കൂടി ബാക്കി ഞാൻ പിന്നീട് ഒരു അവസരം കിട്ടുമ്പോൾ ഫുള്ളായിട്ട് കേൾക്കും. എന്നാലും നമുക്ക് അറിയാവുന്നതാണ് കുറേ കാര്യങ്ങൾ. ഓരോ കോച്ചസും ഓരോ ലൈഫാണ്, ഓരോ ലൈഫ് എക്സ്പീരിയൻസുകളാണ്. ഇപ്പോൾ ചില ഗൈഡഡ് ജേണികളൊക്കെ വരുമ്പം ഇപ്പോൾ നേരത്തെ ഹുദൊക്കെ മെൻഷൻ ചെയ്തതുപോലെ എനിക്കും തോന്നാറുണ്ട് ഇനിയിപ്പോൾ ഒരു ഗൈഡഡ് ടോക്കിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഗൈഡഡ് ടോക്കിലൂടെ അത് ഒരു ഗൈഡഡ് എനർജിയായി, അതൊരു ഗൈഡഡ് എക്സ്പീരിയൻസ് ആയി, അത് ഗൈഡഡ് മാനിഫെസ്റ്റേഷനായിട്ട് മറ്റുള്ളവരുടെ ലൈഫിൽ അതിൻ്റെ ആ വിസ്ഡത്തിൻ്റെ മാനിഫെസ്റ്റേഷൻസ് നടക്കുമ്പം വിസ്ഡം പറയുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും വിസ്ഡം മുളച്ച് ജീവിതമായി മാറുമ്പം. അതുപോലെ ആ വിസ്ഡത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനായിട്ടാണ് ഷെഫീനയുടെ ലൈഫ് സ്റ്റോറിയും തോന്നിയിട്ടുള്ളത്. ഇപ്പം ഷെഫീന പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ഇനിയും ഒരുപാടുണ്ട്. ഇതൊരു യാത്രയാണ്. ഇതൊരു 2 സെഷനോട് കൂടി തീരുന്ന, ഒരു കോച്ചാകുമ്പോൾ തീരുന്ന, ഒരു GC ചെയ്യുമ്പോൾ തീരുന്ന ഒരു പ്രൊസീജിയർ അല്ല. ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന യാത്രക്ക് ഫ്യൂവൽ ചെയ്യാനുള്ള, കാറ്റലൈസ് ചെയ്യാനുള്ള ഓരോരോ സ്റ്റെപ്പുകൾ മാത്രമാണ് ഓരോ പ്രോഗ്രാമുകളും ഗൈഡഡ് ടോക്ക് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം ഇനിയും ഒരുപാട് ആളുകളുടെ ലൈഫിൽ ആ സെൽഫിൽ ഉണ്ടായിട്ടുള്ള എവല്യൂഷൻ വെച്ചിട്ട് ടച്ച് ചെയ്യാൻ ഷെഫീനക്ക് സാധിക്കട്ടെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേണലൊക്കെ ഷെഫീന പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാവിധ വിശ്വസും അറിയിക്കാറുണ്ട്. അതിലൂടെയൊക്കെ ഒരുപാട് ആളുകൾക്ക് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് എനിക്ക് കുറച്ചുകൂടി ബിസി ആയിട്ടുള്ള ഡേ ആണ്. കാരണം വിത്തിൻ ഹവേഴ്സ് എനിക്ക് ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യണം. അപ്പം ഞാൻ ഇന്ന് വളരെ കുറച്ച് സമയം GT അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പം അതിൻ്റെ ആ കുറഞ്ഞ സമയമാണെങ്കിൽ കൂടി അതിന് മുന്നേ വളരെ രസകരമായി തന്നെ നിങ്ങൾക്ക് വേണ്ട വിസ്ഡം ഷെഫീനയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അപ്പം ആസ് യൂഷ്വൽ ഇന്നലെ നമ്മളെ UAE റൂമി നൈറ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ റൂമി നൈറ്റൊന്നും ഒരുപാട് ഓരോ റൂമി നൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, നമ്മളെ സെൽഫിനെ ഒരുപാട് അവേക്കൻ ചെയ്യുന്ന, നമ്മളെ വൈബ്രേഷനെ മാറ്റി കളയുന്ന ചില മൊമെൻറ്റുകളാണ്. അത് കഴിഞ്ഞ് നേരെ വളരെ ലേറ്റായി വരുന്നു. ദെൻ ഏർലി മോർണിംഗ് ഇവിടെ കുറച്ചുകൂടി നേരത്താണല്ലോ വരുന്നു, നേരെ കയറാം. അപ്പം അതിൻ്റെ ഒരു കിക്കിൽ കൂടിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് സമയം ഇന്ന് വളരെ കുറവാണ്. വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ഐ ഹാവ് ടു ലീവ്. അപ്പം കഴിഞ്ഞ സെഷനിലെ പോലെ തന്നെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ സീക്രറ്റ്സ് ഓഫ് ഡിവൈൻ ലവിലേക്ക് കണക്ട് ചെയ്യുന്ന സെൽഫ് ലവ് എലമെൻറ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇങ്ങനെ വന്നിരുന്ന് സെഷനിൽ ഇരുന്ന് ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ ഞാനൊരു പുസ്തകം കണ്ടു. എനിക്കൊന്ന് നമ്മുടെ സിദ്ദീഖിൻ്റെ ബുക്ക് കളക്ഷനിലുള്ളതാണ് തോന്നുന്നുണ്ട്. യാ, അപ്പം മുന്നിൽപ്പെട്ട ഒരു പുസ്തകം തന്നെയാൽ ജലാലുദ്ദീൻ റൂമിയുടെ തന്നെ മസ്നവി എന്ന പുസ്തകത്തിൻ്റെ ഒരു മലയാളം വിവർത്തനമാണ്. ഞാൻ വെറുതെ ഇതിലൂടെ ഇങ്ങനെ നോക്കി, ഇന്ന് ഇത് വെച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കാം, ഇന്നത്തെ ഗൈഡഡ് ടോക്ക് അതായിക്കോട്ടെ എന്ന് കരുതിയിട്ട് തുറന്നു നോക്കിയ സമയത്ത് റൂമിയുടെ പേർഷ്യൻ ലാംഗ്വേജിലുള്ള ആ പോയം മസ്നവി എന്ന് പറഞ്ഞ സ്നേഹത്തെ പറ്റി വർണ്ണിക്കുന്ന, ദൈവത്തെ സ്നേഹമായി അന്വേഷിക്കുന്നവർക്ക് വഴികാട്ടിയായിട്ടുള്ള പേർഷ്യൻ ലാംഗ്വേജിൽ ലഭിച്ച വേദം എന്ന് പോലും വിവരിച്ചിട്ടുള്ള, ലോകത്തിൽ ഒരുപാട് ട്രാൻസ്ലേഷൻ സംഭവിച്ചിട്ടുള്ള, ബെസ്റ്റ് സെല്ലിംഗ് നടന്നിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ശരിക്കും പറഞ്ഞാൽ ജലാലുദ്ദീൻ റൂമിയുടെ പോയം കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് തുറന്ന് നോക്കിയ സമയത്ത് എൻ്റെ മുന്നിൽ കുറച്ച് വരികൾ പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് അതിൽ വളരെ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ ലിമിറ്റഡ് ടൈമിനുള്ളിൽ പറഞ്ഞിട്ട് ഗൈഡ് ടോക്ക് പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഞാനിത് തുറന്ന് നോക്കിയ സമയത്ത് എൻ്റെ മുന്നിൽ ഒരു പേർഷ്യൻ കുറച്ച് ലൈൻസാണ് കണ്ടത്. ആ വരി ഇങ്ങനെ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് റിസൈറ്റ് ചെയ്യാം. പർത്തുവേ ദാദശ് സദേ ബർമാവതീൻ താഷുദേ ധാനെ പസീറന്തേ ജമീൻ. ശരിക്കും പറഞ്ഞാലും ഇങ്ങനെ വായിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഭാഗ്യത്തിന് ഇതിൻ്റെ താഴെ തന്നെ അതിൻ്റെ മീനിങ് ഉള്ളതുകൊണ്ട് അതിലൂടെ ടച്ച് ചെയ്ത് പോവാം. പക്ഷേ ഞാൻ ഈ അടുത്തിടെയായിട്ട് ജലാലുദ്ദീൻ റൂമിയുടെ മസ്നവി ഗ്രന്ഥമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളുമായിട്ട് സംവദിക്കാൻ സമയം കിട്ടിയപ്പം അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. പേർഷ്യൻ ലാംഗ്വേജിലാണ് റൂമി പ്രണയത്തെ പറ്റി പറഞ്ഞത്. ഈ പേർഷ്യൻ ലാംഗ്വേജിനെ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ അറിവുള്ളവർ വളരെ കുറവാണ്. പക്ഷേ ഈ പേർഷ്യൻ ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് റൂമിയുടെ പോയിംസ് ഒരുപാട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ലാംഗ്വേജ് മാറുമ്പോൾ തന്നെ ശരിക്കും കവി എന്താ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും. അപ്പം നമ്മളിങ്ങനെ മലയാളത്തിൽ വാതോരാതെ ഇങ്ങനെ സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ ഒരാൾ ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് പറയുന്ന സമയത്ത് ആ ട്രാൻസ്ലേഷണൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞതിനൊരു ഭാവം കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ എന്തൊരു അത്ഭുതമാണ്, അദ്ദേഹമായിട്ട് സംസാരിച്ച് പറഞ്ഞത്, എന്തൊരു അത്ഭുതമാണ് പേർഷ്യൻ ലാംഗ്വേജിൻ്റെ ബേസിക്സോ ഗ്രാമേഴ്സോ അതിൻ്റെ ബ്യൂട്ടി ഒന്നും അറിയാതെ അതിനെ ഇംഗ്ലീഷിലേക്ക് വൂണ്ട് ഈസ് ദ പ്ലേസ് വെർ ദ ലൈറ്റ് എൻഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഇത്ര മധുരം ഉണ്ടെങ്കിൽ, വാട്ട് യു സീക്കിങ് യു എന്ന് പറയുമ്പം അതിന് ഇത്രത്തോളം മധുരം ഉണ്ടെങ്കിൽ, ഫോളോ യുവർ ഹാർട്ട് നോസ് ദ വേ റൺ ഇൻ ദ ഡിറക്ഷൻ എന്ന് റൂമി പറയുമ്പം ഇതൊക്കെ പേർഷ്യൻ ലാംഗ്വേജിൽ അറിയാൻ പറ്റുകയാണെങ്കിൽ എത്ര രസമായിരിക്കും.
അതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് തന്നെ ചില ഭാവങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടും അത് ആസ്വദിക്കാൻ, അതിനെ അനുഭവിക്കാൻ, അത് നമ്മുടെ ലൈഫിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ എത്ര രസമുണ്ടെങ്കിൽ ആ റൂമിയുടെ തന്നെ ഭാഷയിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഏതായാലും പേർഷ്യൻ ലാംഗ്വേജ് അറിയില്ല. പക്ഷേ നമുക്കതിൻ്റെ മലയാളം വേർഷനിലേക്ക് വന്നിട്ട് ഈ വരികൾ എന്താണ് കണക്ട് ചെയ്യണമെന്നൊന്ന് പറഞ്ഞു നോക്കാം. സോ ഇപ്പം ഞാനിവിടെ റിസൈറ്റ് ചെയ്ത വേഴ്സ് പോയട്രി എന്നുള്ളതൊരു തെറാപ്പിയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ വേദപാരായണങ്ങൾ നമുക്ക് പലപ്പോഴും മനസ്സിന് സമാധാനം തരാറുണ്ട്. വേദം കേൾക്കുമ്പം നമുക്ക് മനസ്സിന് സമാധാനം തരുമെന്ന് പറയുമ്പം പോയറ്റിക് ആയിട്ട് ഒരു കാര്യം കേൾക്കുന്നതും അതിൽ മുഴുകിയിരിക്കുന്നതും ഈവൻ അതിൻ്റെ മീനിങ് കിട്ടുന്നില്ലെങ്കിൽ കൂടി അതിൻ്റെ ഭാവത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ഈ കേട്ടിരിക്കുന്നത് പോലും ഒരു തെറാപ്പിയാണെന്നാണ് പറഞ്ഞത്. സോ പോയറ്റിക് തെറാപ്പി എന്ന് തന്നെ പലരും പറയാറുണ്ട്. പോയട്രി ഒരു തെറാപ്പിയാണ്. അപ്പം ആ രൂപേണൊക്കെ നമ്മളിതിനെ സമീപിക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മളെ ഹീൽ ചെയ്യാനുള്ള, നമ്മളെ ഇവോൾവ് ചെയ്തെടുക്കാനുള്ള ആ ഒരു ഡെപ്ത് നമുക്ക് ഈ വരികളിൽ നിന്നും കിട്ടുമെന്നുള്ള. ഇനി ഇപ്പം ഞാൻ പറഞ്ഞു പോയ വരികളുടെ മീനിങ് ആയിട്ട് ഗണിക്കുന്നത് ഇങ്ങനെയാണ്: മണ്ണിലും ജലത്തിലും അവൻ്റെ സത്തയുടെ പ്രകാശം വീണു പതിഞ്ഞപ്പോൾ ഭൂമി വിത്ത് സ്വീകരിക്കുന്നവളായിട്ട് മാറി. അപ്പം ഭൂമി എന്നതിന് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം സംഭവിക്കേണ്ടതെന്ന് വളരെ രസകരമായിട്ട് റൂമി പറഞ്ഞു വെക്കാണ്. ഞാൻ ഇപ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇത് മലയാളമാണ്. ഇത് പേർഷ്യൻ എന്ന ലാംഗ്വേജിൽ തന്നെ എങ്ങനെയായിരിക്കും അതിനെ റൂമി ചേർത്ത് വെച്ചിട്ടുള്ളതെന്നുള്ള ഒന്നുകൂടി പറയാം. മണ്ണിലും ജലത്തിലും അവൻ്റെ സത്തയുടെ പ്രകാശം വീണു പതിഞ്ഞപ്പോൾ ഭൂമി വിത്ത് സ്വീകരിക്കുന്നവളായിട്ട് മാറി. നമുക്കറിയാം ഭൂമിയിൽ എപ്പോഴാണ് വിത്ത് മുളയ്ക്കുന്നത് എന്ന്. വിത്ത് എല്ലായിടത്തും കൊണ്ടിട്ടാൽ മുളയ്ക്കൂല. വിത്ത് മണ്ണിലാണ് മുളയ്ക്കുന്നത്, അല്ലേ? അപ്പോൾ വിത്തിനെ മുളപ്പിക്കുന്നതാണ് മണ്ണ്. പക്ഷെ എപ്പോൾ മുതലാണ് മണ്ണിന് വിത്തിനെ മുളപ്പിക്കാനുള്ള ക്വാളിറ്റി കിട്ടിയത് എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ പറയാറുണ്ട് മണ്ണുണ്ടായിട്ട് കാര്യമില്ല, വിത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, വെള്ളം ഉണ്ടായിട്ട് കാര്യമില്ല. ഇതൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. വളം ഉണ്ടായിട്ടും കാര്യമില്ല. നമുക്കിതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇവർ തമ്മിൽ പ്രവർത്തിച്ചിട്ട് എന്തോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യേണ്ടതായിട്ടില്ല. വിത്തിലേക്ക് മണ്ണ് എന്തോ കൈമാറുന്നുണ്ട്, മണ്ണ് വിത്തിലേക്കും എന്തോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിത്ത് മണ്ണിലേക്കും എന്തോ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പം നമ്മളെ കയ്യിൽ എല്ലാ വിഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു ചെറിയ വിത്ത് അത് മുളച്ച് ഒരു ചെടിയായി വലിയ വൃക്ഷമായി അതിൽ കായ്ക്കൾ ഉണ്ടായി, കനികൾ ഉണ്ടായി, ഫലങ്ങളൊക്കെ ഉണ്ടായി മാറുമ്പം നിങ്ങൾക്ക് അതിലൊരു ആശ്ചര്യം തോന്നിയിട്ടില്ലേ? ആശ്ചര്യം തോന്നുന്നില്ലെങ്കിൽ നമ്മൾ മണ്ണും വിത്തും തമ്മിൽ പ്രവർത്തിക്കുന്നതിനിടയിലുള്ള പ്രകാശത്തിന്റെ രഹസ്യത്തെ അറിഞ്ഞിട്ടില്ല എന്നുള്ള. ദൈവത്തിന്റെ രഹസ്യം അറിയുന്നത് പ്രകാശത്തിന്റെ രഹസ്യം അറിയുന്നതിലൂടെയാണ്. അപ്പം റൂമി വളരെ രസകരമായിട്ടാണ് ഈ പറയുന്നത്. മണ്ണിലും ജലത്തിലും അവൻ്റെ സത്തയുടെ പ്രകാശം വീണു പതിഞ്ഞപ്പോൾ ഭൂമി വിത്ത് സ്വീകരിക്കുന്നവളായിട്ട് മാറി. അപ്പോൾ ഭൂമിക്ക് എപ്പോഴാണ് വിത്തിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ മുളപ്പിക്കുന്ന, വിത്തിനെ മുളപ്പിച്ചെടുക്കാൻ കഴിവുള്ള ഒരു ഹോസ്റ്റായിട്ട് ഭൂമിക്ക് മാറാൻ പറ്റിയത് ദൈവത്തിൻ്റെ പ്രകാശം അതിൽ വന്ന് പതിച്ചപ്പോൾ എന്നുള്ളതാണ്. ഇത് ആളുകൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഫോട്ടോസിന്തസിസ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്രകാശ സംശ്ലേഷണം വഴിയാണ് സസ്യങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. പ്രകാശം കൊണ്ടാണ് സസ്യങ്ങൾ നർച്ചർ ചെയ്യപ്പെടുന്നത്. പ്രകാശത്തിൽ നിന്നുമാണ് സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പം പ്രകാശത്തിൽ നിന്നും സസ്യങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പാകത്തിന് അതിൻ്റെ ഇല രൂപപ്പെടുന്നതിന് മുന്നേ തന്നെ വിത്ത് മണ്ണിൽ കുറച്ച് സമയം നന്നായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഈ വിത്ത് മണ്ണിൽ ഉറങ്ങുന്ന സമയത്ത് ഒരു ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ അമ്മ ചുമക്കുന്നത് പോലെ മണ്ണ് വിത്തിനെ ചുമന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അതിനിടയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് ഒരു രക്തകഷ്ണം നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തിയിട്ട് ആ രക്തപിണ്ഡമായി രക്തകഷ്ണമായി നിൽക്കുന്ന ഘട്ടത്തിൽ ജീവൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ജീവൻ പിന്നീടാണ് വരുന്നത്. ഒരു വിത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിട്ടുമ്പം അതിൽ ജീവൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനെ മണ്ണിലേക്ക് കബറടക്കിയിട്ട് മണ്ണിലേക്ക് ഭ്രൂണാവസ്ഥയിലേക്ക് കൊണ്ടുവെക്കുന്നത് പോലെ, ഗർഭാവസ്ഥയിലേക്ക് കൊണ്ടുവെക്കുന്നത് പോലെ ആ വിത്തിനെ മണ്ണിലേക്ക് ചേർത്ത് വെച്ചിട്ട് അതിന് വേണ്ട എന്തൊക്കെയോ വളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണ് അവിടെ ഒരു മാജിക് ഉണ്ടാവുന്നത്. അപ്പോൾ ആ മാജിക്ക് നിങ്ങൾക്ക് കാണാത്തൊരു രഹസ്യമുണ്ട് എന്ന് ചിന്തിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടായിരിക്കണം വിത്ത് മുളച്ച് പൊങ്ങി വരുമ്പം പിന്നെ വിത്തിനെ നോക്കി നടത്തുന്നതിൽ പ്രകാശത്തിന് വലിയ പങ്കുണ്ട്. പ്രകാശം ഉണ്ടെങ്കിലേ വിത്തിന് വീണ്ടും ഉയരാൻ വേണ്ടി പറ്റുന്നുള്ളൂ, ഇലകൾക്ക് വീണ്ടും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പോൾ അകത്ത് കാണാത്തിടത്ത് ഒരു പ്രകാശത്തിൻ്റെ, ഇരുട്ടിൽ സംഭവിച്ച പ്രകാശത്തിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ കാണുന്നില്ലെങ്കിൽ കൂടി വിത്തിനെ കൂടി പഠിച്ചവൻ ഓർമ്മിപ്പിക്കായിരിക്കാം ഒരു പക്ഷേ. അതിങ്ങനെ വളർന്നു വരുമ്പം വീണ്ടും അതിന് പ്രകാശം കൊടുത്ത് അതിൻ്റെ ഇലകളിലൂടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെ ദൈവം ഓർമ്മിപ്പിക്കായിരിക്കാം, നീ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മണ്ണിൻ്റെ അകത്തൊരു വിത്തായി കിടന്നുറങ്ങുന്ന സമയത്ത് നിന്നെ വളർത്തിയത്, നിന്നെ മുളച്ചു പൊന്താൻ സഹായിച്ച നീ കാണാത്ത ഇരുട്ടിൻ്റെ അകത്തൊരു പ്രകാശം, അത് കാണാത്ത പ്രകാശമാണ്. പുറത്തുനിന്നും വരുന്ന പ്രകാശം നിനക്ക് കണ്ടേക്കാം, പക്ഷെ നീ പുറത്തുനിന്നും പ്രകാശം കാണുന്നതിന് മുന്നേ
അകത്തു നിന്നും നിന്നിലൊരു പ്രകാശത്തിൻ്റെ ആരും കാണാത്ത ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മിപ്പിക്കാനായിരിക്കാം ഒരു പക്ഷേ പുറത്തു നിന്ന് സസ്യങ്ങൾ ഇങ്ങനെ പ്രകാശം എടുത്തിട്ട് വളർന്നു വരുന്നതിന് പിറകിലെന്നും നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചേർത്ത് വായിക്കാം. അപ്പോൾ വിത്തും മണ്ണും തമ്മിലുള്ള ആ ബന്ധം പോലെയാണ് ചില സമയത്ത് നമുക്ക് തോന്നും ചില കാര്യങ്ങൾക്ക്, ചില പദ്ധതികൾക്ക് ഒരു ബിസിനസ് ആശയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വിത്താണ്. ഇത് എങ്ങനെ വർക്കൗട്ട് ആവും നമുക്കറിയില്ല. ചില യാത്രകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എങ്ങനെ എത്തും നമുക്ക് ഒരിക്കലും അറിയില്ല. നമ്മുടെ മനസ്സിൽ ഒരു വിത്ത് പോലെ ഒരു ആശയമായിട്ട് അതിങ്ങനെ കിടക്കായിരിക്കും. ഇത് വർക്കൗട്ട് ആവോ, ഇത് റെഡി ആവോ? അപ്പോൾ എങ്ങനെയാ പിന്നെ അതൊക്കെ വർക്കൗട്ട് ആകുന്നത്? ദൈവത്തിൻ്റെ പ്രകാശം അതിൽ വന്നു ചേരുമ്പം അതൊക്കെ മുളയ്ക്കും. മണ്ണിന് ബന്ധമില്ലാത്ത, വിത്തിന് ബന്ധമില്ലാത്ത ഏതിടമാണെങ്കിലും അവിടെ ദൈവത്തിൻ്റെ എന്തോ ഒരു പ്രവർത്തനമുണ്ട്. നമുക്ക് ചെയ്യുക എന്നതേ അറിയുള്ളൂ. ബാക്കി ഫെയ്ത്തിൽ നിന്നും സംഭവിക്കുന്നതാണ്. അപ്പോൾ വിത്തും മണ്ണും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നും മുളപൊട്ടൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതിൽ നിന്നും ജീവൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ആ വെളിച്ചം പ്രവർത്തിക്കാൻ ഫ്യൂവലായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വിത്തിനെയും മണ്ണിനെയും നോക്കിയിട്ട് അതിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ രഹസ്യം അറിയുന്നതിലൂടെ, പ്രകാശത്തിൻ്റെ പ്രവർത്തനത്തെ അറിയുന്നതിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കും ചില കാര്യങ്ങൾ നോക്കുമ്പം അത് റെഡിയാവോ, ഇത് സെറ്റാവോ, ഇത് വർക്കൗട്ട് ആവോ, എങ്ങനെയാണ് ഞാൻ അതിലെത്തുക, ഇതൊന്നും അറിയില്ലെങ്കിൽ കൂടി ആ പ്രവർത്തനത്തിൽ, പ്രകാശത്തിൻ്റെ പ്രവർത്തനത്തിൽ നമ്മളോട് ഉറച്ച് വിശ്വസിക്കാൻ കൂടി വേണ്ടിയിട്ടായിരിക്കാം ജലാലുദ്ദീൻ റൂമി പറഞ്ഞിട്ടുള്ളത് ഫോളോ യുവർ ഹാർട്ട് എന്നത്. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കുക. ഹൃദയമാകുന്ന ഭൂമിയിലേക്ക്, ലക്ഷ്യമാകുന്ന, സ്വപ്നമാകുന്ന വിത്തിനെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിനെ മുളപ്പിക്കുന്നത് നിങ്ങളല്ല. നിങ്ങൾ അതിനെ ജലം കൊടുക്കുന്നത് പോലെ, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോലെ, വളം കൊടുക്കുന്നത് പോലെ നല്ല വിശ്വാസം എന്ന വളം ഇട്ട് കൊടുക്കുക, വിശ്വാസം എന്ന ജലം ഒഴിച്ചു കൊടുക്കുക, തവക്കുൽ എങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, അതിൽ നിന്നുകൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു കർഷകന്റെ വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. കർഷകന് മണ്ണിൽ വിശ്വാസമുണ്ട്, കർഷകന് വിത്തിൽ വിശ്വാസമുണ്ട്, കർഷകന് കാലാവസ്ഥയിൽ വിശ്വാസമുണ്ട്. ഒരു പക്ഷേ വലിയ മഴ വന്നിട്ട് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വന്നിട്ട് കൃഷി നശിക്കാനൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ കൂടി കർഷകൻ അതിലേക്കൊന്നുമല്ല നോക്കുന്നത്. കർഷകന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വിത്തിനെ നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഗാർഡ് ചെയ്യുക, അതിനെ ഗൈഡ് ചെയ്യുക. പക്ഷെ ഇതിൻ്റെ ഒക്കെ പിറകിൽ മണ്ണിലുള്ള വിശ്വാസവും വിത്തിലുള്ള വിശ്വാസവും പ്രകൃതിയിലുള്ള വിശ്വാസത്തിനൊക്കെ മീതിയായിട്ട് കർഷകൻ അറിയാം ഇതിനൊക്കെ അപ്പുറത്തായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ വളരെ ബലവത്തായിട്ട് ഉറച്ചു നിൽക്കുന്നത് കൊണ്ടായിരിക്കാം വിത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർഷകൻ്റെ അവൻ്റെ വർഷങ്ങൾ, മാസങ്ങൾ ആ മണ്ണിന് വേണ്ടിയിട്ട് അവനെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ കൃഷിഭൂമിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഡ്രീമിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു കർഷകനെ പോലെ മണ്ണും വിണ്ണും ജലവും അതുപോലെ തന്നെ പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിനുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വെളിച്ചത്തിൽ വിശ്വസിക്കുക എന്നൊരു പാഠമാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റൂമി പറഞ്ഞിരിക്കുന്നത്. ഈ 2 വരിക്ക് തന്നെ ഇനിയും പറഞ്ഞാൽ തീരാത്ത അത്രയും രഹസ്യങ്ങൾ, പൊരുളുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കാവ്യഭാഷ എന്ന് പറഞ്ഞാൽ, ഇതാണ് വേദഭാഷ എന്ന് പറഞ്ഞാൽ, ഇതാണ് പ്രണയത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ, ഇത് തന്നെയാണ് ആൽക്കെമിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള സാർവലൗകികമായിട്ടുള്ള ഭാഷ എന്ന് പറഞ്ഞാൽ. ഇവിടെ പൗലോ കോയ്ലോയും അതുപോലെ തന്നെ ജലാലുദ്ദീൻ റൂമിയും പ്രകൃതിയുടെ നിയമങ്ങളും സയൻസും ഒക്കെ ഒന്നാകുന്ന ഒരിടമുണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ പറയാൻ ഒരിടത്ത് നമ്മൾ സയൻസിൻ്റെ ഫോട്ടോസിന്തസിസും വിത്ത് മുളയ്ക്കുന്ന പ്രക്രിയകളും ജെർമിനേഷൻ ടെക്നോളജീസ് ഒക്കെ പറഞ്ഞു പോകുമ്പോൾ അതിനെ വേറൊരു തലത്തിൽ പ്രണയത്തിൻ്റെ ഭാഷയിലൂടെ ജലാലുദ്ദീൻ റൂമി പേർഷ്യൻ ലാംഗ്വേജിലൂടെ മണ്ണും വിണ്ണും തമ്മിലുള്ള ബന്ധമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ നിങ്ങൾ നോക്കിയാലും, എങ്ങോട്ട് നോക്കിയാലും പല രൂപത്തിൽ, പല ഭാഷകളിലൂടെ, പല ശൈലികളിലൂടെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ, ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ പ്രവർത്തനത്തെ ഓർമ്മിപ്പിക്കുക, സ്മരിപ്പിക്കുക എന്ന രഹസ്യം തന്നെയുള്ളൂ. ഇതിനുശേഷം ഇതിന് തൊട്ടടുത്ത് വരുന്ന വേഴ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് പറയുന്നത്? ഹാ കമീനോ ഹർച്ചെ ദർവേ കാഷ്തി ബി കിയാനത്ത് ജിൻസെ ആൻ ബർദാഷ്തി. ഭൂമി വിശ്വസ്തതയാണ്. ഒരു കർഷകന് ഭൂമിയിലാണ് വിശ്വസിക്കുന്നത്. കർഷകന് ദൈവത്തിൻ്റെ പ്രവർത്തനം കാണുന്നില്ല. ദൈവത്തിൻ്റെ പ്രവർത്തനം സംഭവിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന മണ്ണിനെയാണ് കാണുന്നത്. അത് കർഷകൻ മണ്ണിൽ വിശ്വസിക്കുന്നു. ഒരാൾ ദൈവത്തെ കാണുന്നില്ല, പക്ഷെ ഡോക്ടറെ മാത്രമേ കാണുന്നുള്ളൂ. അയാൾ ഡോക്ടറോട് പറയാം, ഡോക്ടറെ ഞാൻ നിങ്ങളെയാണ് വിശ്വസിക്കുന്നത്, നിങ്ങളിൽ എനിക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ട്, നിങ്ങളിൽ ഞാൻ സറണ്ടർ ചെയ്യുന്നു. ഒരു കുട്ടി അറിവ് ചൊരിഞ്ഞു കൊടുക്കുന്ന, അറിവിൻ്റെ സ്രോതസ്സാകുന്ന അധ്യാപകനെ കാണുന്നില്ല, അധ്യാപകന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണുന്നില്ല, അധ്യാപകനെ കാണുന്നുള്ളൂ. അധ്യാപകനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക്, എൻ്റെ കോച്ചിങ്ങിൽ അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് എത്തിച്ചേരേണ്ടത് അവിടേക്ക് നിങ്ങൾ എന്നെ എത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ വിശ്വാസ്യത മണ്ണിൽ കർഷകൻ കൊടുക്കുന്നത്, മണ്ണിന് കർഷകന് കൊടുക്കാൻ പറ്റണമെങ്കിൽ
മണ്ണ് വിശ്വസ്തതയാണ് എന്ന് കർഷകന് വിശ്വസിക്കണമെങ്കിൽ അതിന് പിറകിലുള്ള പ്രവർത്തിക്കുന്നതിനെ പറ്റിയിട്ട് കൂടി ഒരു അറിവുണ്ടാകണമെന്നുള്ളതാണ്. ഏതുപോലെ വെളിച്ചത്തിൻ്റെ വാഹകരായിട്ട് ലോകത്തിലേക്ക് വന്നിട്ടുള്ള പ്രവാചകന്മാർ, അതിലൊരു പ്രവാചകരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അന്ത്യപ്രവാചകരെ നമ്മളൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, ദൈവത്തെ അവരാരും കണ്ടിട്ടില്ല. ഇരുണ്ട കാലഘട്ടത്തിൽ, ഇരുട്ട് കൊടി കുത്തി വായിക്കുന്ന കാലഘട്ടത്തിൽ ആ മനുഷ്യരൊക്കെ കണ്ടത് ദൈവത്തെ അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ദൈവത്തെ അറിയിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകരെ, ദൈവം പറഞ്ഞയച്ച പ്രവാചകരെ കണ്ടപ്പോൾ അവർ ആ പ്രവാചകരെയാണ് വിശ്വസിച്ചത്. പ്രവാചകരിൽ അവർ സമർപ്പിച്ച സമയത്താണ് അവർക്ക് ദൈവത്തെ അറിയാൻ വേണ്ടി പറ്റിയത്. കർഷകൻ മണ്ണിനെയാണ് വിശ്വസിച്ചത്, കർഷകൻ മണ്ണിലാണ് സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ റൂമി പറയുന്നു, ഭൂമി വിശ്വസ്തയാണ്, അതിൽ വിതച്ചത് എന്തായാലും അത് തന്നെയാണ് നീ കൊയ്തെടുക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാം, വിതച്ചതേ കൊയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അങ്ങനെ വിതച്ചത് എന്തായാലും അത് തന്നെയാണ് നീ കൊയ്തെടുത്തത്. ഭൂമിയുടെ ഭാഗത്തു നിന്ന് ഒരു വഞ്ചനയുമില്ല. ഭൂമിയുടെ ഭാഗത്തു നിന്നും ഒരു വഞ്ചനയുമില്ല എന്ന് റൂമി പറഞ്ഞു വെക്കുമ്പം അതിനൊരുപാട് പൊരുളുകളുണ്ട്. എന്തുകൊണ്ടാണ്? ഭൂമി എന്നത് പ്രകൃതിയുടെ ഭാഗമാണ്. ഭൂമി പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കമാൻഡിലാണ്. ഈ സൂര്യൻ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കമാൻഡിലാണ്. മണ്ണ് പ്രവർത്തിക്കുന്നത്, ജലം പ്രവർത്തിക്കുന്നത്, വിത്ത് പ്രവർത്തിക്കുന്നത്, ഇവരെല്ലാം ദൈവത്തിൻ്റെ കമാൻഡിലാണ്. അതുകൊണ്ട് അവർ വഞ്ചിക്കുന്നില്ല. ദൈവികമായ ചലനത്തിലൂടെ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നിനും മനുഷ്യനെ വഞ്ചിക്കാൻ വേണ്ടി പറ്റൂല. മനുഷ്യനല്ലാതെ മനുഷ്യനെ വഞ്ചിക്കാൻ വേണ്ടി പറ്റൂല. മനുഷ്യൻ പ്രകൃതിയെ വഞ്ചിക്കുന്നു. മനുഷ്യൻ അവനവനെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ അവനെ തന്നെ സംശയിച്ചുകൊണ്ടിരിക്കുന്നു. അവനവനെ സംശയിക്കുന്നതിലൂടെ മണ്ണിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട കർഷകനെ പോലെ എനിക്കിത് സാധിക്കുമോ എന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പം മണ്ണൊരിക്കലും ചിന്തിക്കുന്നില്ല ഈ വിത്തിനെ മുളപ്പിക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന്. ജലം ഒരിക്കലും ചിന്തിക്കുന്നില്ല ഈ വിത്തിന് വേണ്ട വളമായി മാറാൻ എനിക്ക് സാധിക്കുമോ എന്ന്. അവരൊരിക്കലും ചിന്തിക്കാറില്ല. കാരണം അവർ ദൈവികമായ കൽപ്പനയിലാണ്. ദൈവിക കൽപ്പനയിൽ നിന്നും മാറി നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്ന രോഗമാണ് ഡൗട്ട്, ഫിയർ എന്ന് ജലാലുദ്ദീൻ റൂമി പറയുന്നുണ്ട്. ഡൗട്ട് ആൻഡ് ഫിയർ ഡിവൈഡ്സ് ദ കിങ്ഡം ഓഫ് ദ ഹാർട്ട് എന്നതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഭാഗത്തു നിന്ന് ഒരു വഞ്ചനയുമില്ല, അതിന് വഞ്ചിക്കാൻ സാധിക്കൂല എന്നുള്ളതാണ്. അപ്പോൾ വഞ്ചന സംഭവിക്കുന്നത് ദൈവിക കൽപ്പനയിലല്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനെ ചേർത്ത് വെച്ചുകൊണ്ട് റൂമി പറയാതെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് തരുന്നുണ്ട്. ഈ മണ്ണ് വഞ്ചിക്കുന്നില്ല, ഈ കാറ്റ് വഞ്ചിക്കുന്നില്ല, ഈ പ്രകൃതി വഞ്ചിക്കുന്നില്ല. പ്രകൃതിയുടെ നിയമങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അങ്ങനെ ചെയ്തു തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എവിടെയാണ് വഞ്ചനകൾ സംഭവിക്കുന്നത്? അതിൽ നിന്നും വേറിട്ടിട്ട്, അതിൻ്റെ ഒരു ഭാഗമല്ലാതെ അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന മനുഷ്യ മനസ്സുകൾ മാത്രമേ പ്രകൃതിയെ കൊള്ളയടിച്ചിട്ടുള്ളൂ, ഈ പ്രകൃതിയെ താറുമാറാക്കിയിട്ടുള്ളൂ, പ്രകൃതിയുടെ നിയമങ്ങൾക്കെതിരായി പ്രവർത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ അവൻ്റെ വഞ്ചനയുടെ പരിണിത ഫലമായി മാത്രമാണ് പ്രകൃതി തിരിച്ചും ആക്രമിച്ചിട്ടുള്ളത്. അങ്ങനെ വഞ്ചനകൾക്ക് അതീതമായിട്ട് വഞ്ചിക്കാത്തതാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ദൈവികമായ ഒരു വിഷയത്തിൽ വഞ്ചനയില്ല എന്നുള്ളതാണ്. അപ്പോൾ വഞ്ചിക്കാത്ത മണ്ണെങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, കാറ്റെങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, മരങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, വെളിച്ചം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, ജലം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ ഒക്കെ നിയമം എന്താണോ, ഇതിൻ്റെയൊക്കെ പിറകിൽ പ്രവർത്തിക്കുന്ന രഹസ്യം എന്താണോ, ആ രഹസ്യത്തിൻ്റെ കമാൻഡിലായി നമ്മൾ മാറാനുകൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വരികളിലൂടെ റൂമി പറയാതെ പറയുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് വേഴ്സ്, അടുത്ത വേഴ്സിലേക്ക് കൂടി നമ്മൾ കിടക്കുകയാണെങ്കിൽ, ഈൻ അമാനത്ത് സാൻ ഇറ്റ്നായത്ത് യാഫ് തസ്ത് കാഫ്താബേ അതിൽ ബർവേ താഫ് തസ്ത്. ഇതിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത്, ഈ വിശ്വസ്തത അവൻ്റെ കാരുണ്യത്തിൽ നിന്നാണ് ഭൂമി നേടിയെടുത്തിട്ടുള്ളത്. അതിന്മേൽ നീതിയുടെ സൂര്യൻ ഉജ്ജ്വലിച്ച് നിന്നതു തന്നെ കാരണം. അപ്പം എങ്ങനെയാണ് പ്രകൃതിക്ക് വഞ്ചിക്കാതിരിക്കാൻ പറ്റുന്നത്? പ്രകൃതിക്ക് വഞ്ചിക്കാതിരിക്കാൻ പറ്റുന്നതിനുള്ള പ്രധാന കാരണം ദൈവത്തിൻ്റെ കാരുണ്യമാണെന്നുള്ള. ദൈവത്തിൻ്റെ കാരുണ്യം സ്പർശിച്ച, ദൈവത്തിൻ്റെ വെളിച്ചം സ്പർശിച്ച ഒരാൾക്കും വഞ്ചിക്കാൻ വേണ്ടി പറ്റൂല എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രകൃതി. അപ്പോൾ ദൈവത്തെ തേടി പോകുന്ന ആൾക്കാർ, ദൈവത്തിൻ്റെ കാരുണ്യത്തെ തേടി പോകുന്ന ആൾക്കാർ ശുദ്ധ ഹൃദയരുടെ സാന്നിധ്യത്തിൽ എത്തണമെന്നാണ് പറയാറുള്ളത്. ശുദ്ധ ഹൃദയരുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് മെഡിറ്റേഷൻ? എന്തുകൊണ്ടായിരിക്കാം പ്രകൃതിയുടെ മടിത്തട്ടിൽ പോയിരിക്കുമ്പം ആളുകൾക്ക് ആശ്വാസം കിട്ടുന്നത്? നമുക്കറിയാം, മനുഷ്യ മനസ്സുകൾക്ക് ദൈവിക സ്മരണ കൊണ്ടല്ലാണ്ട് ആശ്വാസം കിട്ടൂല എന്ന് ദൈവം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് വഞ്ചിക്കാതെ ദൈവിക ബോധത്തിൽ, ദൈവിക കൽപ്പനയിൽ തന്നെ ചലിക്കുന്ന ആകാശത്തിന് ചോട്ടിൽ നമ്മൾ പോയിരിക്കുമ്പം, കടലിൻ്റെ തീരത്ത് നമ്മൾ പോയിരിക്കുമ്പം, മണ്ണിൻ്റെ മടിത്തട്ടിൽ നമ്മൾ പോയിട്ട് മണ്ണിൽ ഉറച്ചിരിക്കുന്ന സമയത്ത്, ചെടികൾ നോക്കിയിരിക്കുന്ന സമയത്ത്, പച്ചപ്പ് നോക്കിയിരിക്കുന്ന സമയത്ത്, അരുവികളിലേക്ക് നോക്കുന്ന സമയത്ത് ഒക്കെ നമുക്ക് സമാധാനം കിട്ടുന്നത് അവർ ദൈവത്തിൻ്റെ കാരുണ്യത്തിലായതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിലായ ഏതെങ്കിലും ഒരു ഹൃദയത്തിൻ്റെ സാന്നിധ്യത്തിൽ, ഹൃദയത്തിൻ്റെ അടുത്ത് നമ്മൾ പോയിരുന്നാലും, ഈ പറഞ്ഞ കടലോരത്ത് ഇരുന്നത് പോലെ, മണ്ണിലിരുന്നത് പോലെ, ആകാശം നോക്കിയിരുന്നത് പോലെ, ചന്ദ്രൻ നോക്കിയിരുന്നത് പോലെ, നക്ഷത്രങ്ങളോട് കൂട്ടിയിരുന്നത് പോലെ തന്നെ
നിങ്ങൾക്കും ചില മനുഷ്യരുണ്ടായിരിക്കും, അവരടുത്ത് പോയിട്ടിരിക്കുമ്പം അവരുടെ ഹൃദയം ദൈവിക കൽപ്പനയിലായിരിക്കും, ദൈവിക കാരുണ്യത്തിലായിരിക്കും. അവർ കടൽ പോലെയാണ്, കാറ്റ് പോലെയാണ്. എങ്ങനെയാണോ പ്രകൃതി സമാധാനം നൽകുന്നത്, അതുപോലെ തന്നെ അവരുടെ അരികത്ത് നമുക്ക് സമാധാനം കണ്ടെത്താൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് മണ്ണിന് ഈ വിശ്വാസ്യത ഉണ്ടായത് എന്ന് റൂമി പറയുമ്പോൾ, ആ വിശ്വസ്തത നമ്മളിൽ നിന്നും മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മളെ അടുത്തേക്ക് ഒരാൾ വരുന്ന സമയത്ത്, ഒരു ഡോക്ടറാണ് നിങ്ങളെങ്കിൽ, ഒരു ടീച്ചറാണ് നിങ്ങളെങ്കിൽ, ഒരു കർഷകൻ മണ്ണിൽ വിശ്വസിക്കുന്നത് പോലെ ഒരു വിദ്യാർത്ഥി ടീച്ചറുടെ അടുത്തേക്ക് വരുന്ന സമയത്ത്, അധ്യാപകൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത്, ഈ ടീച്ചറുടെ അടുത്ത് നിന്നും പഠിച്ചാൽ ഞാൻ വിജയിച്ചിരിക്കും എന്നൊരു ഉറപ്പ്, അത് ടീച്ചറുടെ കഴിവ് കൊണ്ടൊന്നുമല്ല, പക്ഷെ ടീച്ചറിൽ ആ കാരുണ്യം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഉറപ്പാണ് ഈ ടീച്ചറിൽ നിന്നും എനിക്ക് നല്ല അറിവുകൾ കിട്ടും, ഉറപ്പാണ് ഈ ഡോക്ടറിൽ നിന്നും എനിക്ക് നല്ല ശമനം കിട്ടും, ഉറപ്പാണ് എനിക്ക് ഈ ഗുരുവിൽ നിന്നും ഏറ്റവും ഔന്നിത്യത്തിലുള്ള വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന വിശ്വാസ്യത കൈവരുന്നത് നമ്മളിലേക്ക് വരുന്ന ആളുകൾക്ക് മണ്ണിൽ കർഷകൻ വിശ്വസിക്കുന്നത് പോലെ നിങ്ങളുടെ കുഞ്ഞിന്, നിങ്ങളെന്ന അമ്മയിൽ, നിങ്ങളെന്ന അച്ഛനിൽ, നിങ്ങളെന്ന സിസ്റ്ററിൽ, അങ്ങനെ ആരൊക്കെ ഏതൊക്കെ ബന്ധങ്ങളുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് ആ വിശ്വാസ്യത ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി ചിന്തിക്കുക. അങ്ങനെ സാധ്യമാവുന്നില്ലെങ്കിൽ, അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ കാരുണ്യം എവിടെയോ മങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രകാശം ഭൂമിയിൽ വന്ന് പതിച്ചപ്പോൾ ഭൂമി വിത്തിനെ സ്വീകരിക്കുന്നവളായി മാറി, ഭൂമി വിത്തിനെ ഗർഭം ധരിക്കുന്നവളായി മാറി, അതിനെ പ്രസവിക്കുന്നവളും കൂടിയായി മാറി, അമ്മയായി മാറി എന്ന് പറയുന്ന തലത്തിൽ നിന്നും നമ്മൾക്കുള്ളിൽ എവിടെയോ നമ്മുടെ ഹൃദയമാകുന്ന ഭൂമിയിലേക്ക് വെളിച്ചം സ്വീകരിക്കുന്നതിൽ നിന്നും നമ്മൾ എവിടെയോ അകന്നു പോയിട്ടുണ്ട്. അപ്പം വെളിച്ചം എന്ന് സ്പർശിക്കാതെ, വെളിച്ചം എന്ന് തൊടാതെ ഒരിക്കലും നമ്മളിൽ അത് സാധ്യമല്ല. ഇതിനുശേഷം വളരെ രസകരമായിട്ടുള്ളൊരു വേഴ്സ് കൂടിയുണ്ട്. ഇതിങ്ങനെയാണ് പറഞ്ഞു വെക്കേണ്ടത്: താ നിഷാനെ ഹക് നയായത് നൗ ബഹാർ ഖാക്ക് സബ്സെ റാ നസാസത് ആഷുകാർ. വസന്തകാലം ദൈവവിധിയായി വരാത്ത കാലത്തോളം മണ്ണ് അതിൻ്റെ പച്ചപ്പിനെ പുറത്തെടുക്കില്ല. മണ്ണിൻ്റെ ഉള്ളിൽ പച്ചപ്പുണ്ട്. ഒരു വിത്തിനെ പച്ചപ്പാക്കി മാറ്റാനുള്ള, ഒരു മണ്ണിനെ, ഒരു മണൽക്കാടിനെ, ഒരു മരുഭൂമിയെ എടുത്തിട്ട് അതിനെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ആക്കി മാറ്റാനുള്ള, വനഭൂമിയാക്കി മാറ്റാനുള്ള രഹസ്യം മുഴുവനും, കഴിവ് മുഴുവനും, മാന്ത്രികത മുഴുവനും മണ്ണിൻ്റെ അകത്തുണ്ട്. പക്ഷേ അത് പുറത്തെടുക്കണമെങ്കിൽ വസന്തകാലം വരണം, അത് ദൈവവിധിയായി വരണം. കുറേ കാലങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കിയിട്ട് ഇവിടുത്തെ പലതും കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടുത്തെ സ്പൈസസ് ഒക്കെ അവർ അടിച്ചു മാറ്റി കൊണ്ടുപോകുമ്പം ചിലർ ആരോടൊക്കെ പോയിട്ട് പരാതി പറഞ്ഞപ്പം ചില വിദ്വാൻമാരായിട്ടുള്ള, ചില ജ്ഞാനികളായിട്ടുള്ള ആളുകൾ അതിന് മറുപടി കൊടുത്തത്, അവർക്ക് ഇവിടുത്തെ സ്പൈസേ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ, ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ, ഇവിടുത്തെ ഞാറ്റുവേല അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂലല്ലോ. ഇതുപോലെ തന്നെയാണ് വസന്തകാലം ദൈവവിധിയായി വരാത്ത കാലത്തോളം മണ്ണ് അതിൻ്റെ പച്ചപ്പിനെ പുറത്തെടുക്കില്ല. അപ്പം മണ്ണിന് പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കുൻ കിട്ടണം, ദൈവത്തിൻ്റെ കമാൻഡ് കിട്ടണം, ദൈവത്തിൻ്റെ ഭീ കിട്ടണം. മണ്ണിൽ അത് കൊണ്ടുവച്ചത് കൊണ്ട് മാത്രമായില്ല, അതിനപ്പുറത്തേക്ക് മണ്ണിന് അതിൻ്റെ മാന്ത്രികത പുറത്തെടുക്കണമെങ്കിൽ ഒരു കുൻ കിട്ടണം. നിങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കേ, ഇപ്പോഴും നമ്മുടെ ഹൃദയം നമ്മൾ ആഗ്രഹിച്ചത് നടക്കാത്ത, നമ്മൾ ഉദ്ദേശിക്കുന്ന സമാധാനം കിട്ടാത്ത, നമ്മൾ ഉദ്ദേശിക്കുന്ന നെർച്ചറൻസ് കിട്ടാത്ത, നമ്മൾ ഉദ്ദേശിക്കുന്ന വളർച്ച കിട്ടാത്ത ഒരവസ്ഥയിൽ, വരണ്ട അവസ്ഥയിലാണോ നിങ്ങൾക്ക് ഉപമിക്കാൻ വേണ്ടി തോന്നുന്നത്? എൻ്റെ ജീവിതം വരണ്ടു പോയിരിക്കുന്നു, എൻ്റെ ജീവിതം ഉണങ്ങിപ്പോയിരിക്കുന്നു. നിങ്ങൾ വസന്തത്തെ കാത്തിരിക്കല്ലേ, വസന്തം എന്ന് വരുമെന്ന് കാത്തിരിക്കല്ലേ. ദൈവത്തിൻ്റെ വിധി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വസന്തം സംഭവിക്കട്ടെ എന്ന് പറയാത്തടത്തോളം കാലം, ആ കുൻ സംഭവിക്കാത്തടത്തോളം കാലം, ആ ബി സംഭവിക്കാത്തടത്തോളം കാലം, ആ കമാൻഡ് സംഭവിക്കാത്തടത്തോളം കാലം ഒരിക്കലും നമുക്ക് വസന്തത്തെ പുൽകാൻ വേണ്ടി പറ്റൂല. വസന്തമില്ലെങ്കിൽ ആഗ്രഹങ്ങൾ മുളയ്ക്കുകയില്ല. അപ്പോൾ ആഗ്രഹങ്ങളെ വിത്തായി ഹൃദയത്തിൽ സമർപ്പിക്കുന്ന അതേ സമയം തന്നെ ആ ഹൃദയത്തിൽ നിന്നും അത് മുളപ്പിക്കുന്നവൻ്റെ ബിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ മുളപ്പിക്കുന്നവൻ്റെ കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ആ കൽപ്പന എന്നിൽ സംഭവിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ കൽപ്പന എന്നിൽ വന്ന് ഭവിക്കണമെങ്കിൽ പ്രകൃതിയിൽ അത് സദാസമയം ആ കൽപ്പന സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെയും അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജനലൊന്ന് തുറന്ന് പുറത്തേക്ക് നോക്കിയേ, ദൈവിക കൽപ്പനയിൽ സൂര്യൻ അതാ ഉദിച്ചു പൊങ്ങിക്കൊണ്ടേയിരിക്കുന്നു, പ്രകാശം അതാ നിങ്ങളെ തേടി വന്നുകൊണ്ടേയിരിക്കുന്നു. അതിപ്പോഴും ആ കാരുണ്യത്തിലാണ്, ആ കമാൻഡിലാണ്. അല്ലെങ്കിൽ ഇന്നത്തെ പ്രഭാതം നമ്മൾ കാണുമായിരുന്നില്ല, നമ്മൾ വീണ്ടും ഇരുട്ടത്ത് തന്നെ ഇരിക്കണമായിരുന്നു. അപ്പം നിങ്ങൾക്കത് സാധ്യമാകുന്നില്ലെങ്കിൽ എവിടെയൊക്കെയാണോ ദൈവത്തിൻ്റെ കാരുണ്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, കാരുണ്യങ്ങളിലേക്ക് നോക്കുക.
ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. കാരുണ്യം എവിടെ പ്രവർത്തിക്കുന്നു അവിടേക്ക് നോക്കിയിരിക്കുക. ആ കാരുണ്യം നിങ്ങൾ ഇന്നുദിച്ച സൂര്യനിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ പ്രഭാതം കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പം, നിങ്ങളുടെ വിരൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പം ഇതിലൊക്കെ ദൈവമാണ് ചലിപ്പിക്കുന്നത്. സൂര്യനെ ആരാണോ ഉണർത്തിയത്, സൂര്യനെ ആരാണോ പ്രകാശിപ്പിച്ചത്, ആ ദൈവം തന്നെയാണ് അവൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങളുടെ വിരലാക്കിയതും നിങ്ങളെ ഇത് കേൾപ്പിച്ചതും. ഇത് നിങ്ങൾക്ക് അർത്ഥപൂർണമായിട്ടുള്ള, ഗ്രഹിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഭാഷയിലൂടെ നിങ്ങളുടെ ബ്രെയിൻ കൊണ്ടത് പ്രോസസ്സ് ചെയ്യിപ്പിച്ച് എടുപ്പിച്ച ചലനത്തിൽ പോലും ദൈവത്തിൻ്റെ വസന്തകാലം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഓരോ ചലനത്തിലും ആ വസന്തമാണ് എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യത്തിൽ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നിങ്ങൾ ദിക്റുല്ലയിലായിട്ട് മാറുന്നത്, ദൈവിക സ്മരണയിലായിട്ട് മാറുന്നത്. അവർക്കൊക്കെ സമാധാനമുണ്ട് എന്നുള്ളതാണ്, അവരിലൊക്കെ വസന്തം സംഭവിക്കുമെന്നുള്ളതാണ്. സംഭവിക്കാത്ത കാര്യങ്ങൾ എന്തെന്ന് നോക്കി നിങ്ങൾ സങ്കടപ്പെടാതെ, സംഭവിപ്പിക്കുന്നതിനുള്ളിൽ ഒരു കുൻഫയക്കുൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ എന്താണോ ശരിയായി നടക്കുന്നത് അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കാരുണ്യം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ഓരം പറ്റി നിൽക്കുക. ഇതിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് വേണമെന്ന് പറഞ്ഞത്. ഇതിനാണ് ഗ്രേറ്റ്ഫുൾ ഹാർട്ട് ഉണ്ടാകണമെന്ന് പറഞ്ഞത്. എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട് ഈസ് എ മാഗ്നറ്റ് ഫോർ മിറക്കിൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അത്ഭുതങ്ങൾ സാധ്യമാക്കുന്ന, വസന്തത്തെ വിളിച്ചു കൊണ്ടുവരുന്ന, അത്ഭുതം സാധ്യമാക്കിയെടുക്കുന്ന ഒരു ഹൃദയം എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു, നിങ്ങൾ പുറത്തു നോക്കിയിട്ട് സൂര്യനെ കാണുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കാരുണ്യം സംഭവിച്ചല്ലോ, അവിടെ അത്ഭുതം നടക്കുന്നുണ്ടല്ലോ, അവിടെ ആ വസന്തം ഇന്ന് സംഭവിപ്പിച്ചല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പം പുറത്തെ അത്ഭുതത്തെ നോക്കി, പുറത്തെ വസന്തത്തെ നോക്കി അതിൽ നിങ്ങൾ കണ്ടംപ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ അകത്തുകൂടി അത് സംഭവിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കാട്, അതിന് നിങ്ങൾ തയ്യാറായി കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നന്ദിയുള്ള ഹൃദയങ്ങൾ ഉണ്ടാകുന്നത്. എത്ര രസകരമാണ് റൂമിയുടെ ശൈലി, നിങ്ങൾ ആലോചിക്കുക. വീണ്ടും ഞാൻ പറയാണ്, ഇത് പേർഷ്യൻ ലാംഗ്വേജ് കൂടി അറിയുമായിരുന്നെങ്കിൽ എത്ര രസമായിരുന്നു. അപ്പം ഈ വേഴ്സ് പറഞ്ഞു തീർത്തത്, വസന്തകാലം ദൈവവിധിയായി വരാത്ത കാലത്തോളം മണ്ണ് അതിൻ്റെ പച്ചപ്പിനെ പുറത്തെടുക്കില്ല. ഈ 4 വേഴ്സസിലൂടെ പറഞ്ഞിട്ട് ഇന്ന് കൺക്ലൂഡ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി ആദ്യത്തെ വരിയിലൂടെ ഒന്ന് തിരിച്ചു വരാം, കാരണം ഇത് പേർഷ്യൻ ടച്ചുള്ള വരികളാണ്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ഗ്രഹിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മലയാള തലത്തിൽ പറയുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് തന്നെ നമ്മൾ പോകണം. അപ്പോൾ തുടങ്ങിയ വരിയിൽ നിന്നും ജസ്റ്റ് ഒന്നുകൂടി നമുക്കതൊന്ന് കണ്ടംപ്ലേറ്റ് ചെയ്ത് തിരിച്ചു വരാം. ഞാൻ തുടങ്ങി വെച്ചത്, ഞാനിത് തുറന്ന സമയത്ത് ആദ്യം കണ്ടത്, പർത്തുവേ ദാദശ് സദേ ബർമാവദീൻ താഷുദേ ദാനേ പസീറന്തേ ജമീൻ. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ തുർക്കിയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാർ റൂമിയുടെ നാട്ടുകാരാണ്. അപ്പോൾ ഈ ആളുകളൊക്കെ ചില സമയത്ത് വട്ടത്തിൽ ഇങ്ങനെ എല്ലാവരും ചുറ്റും ഇങ്ങനെ ഇരുന്നിട്ട്, ഈ ഗൈഡഡ് സിറ്റിംഗ് ഒക്കെ ഇരിക്കുന്നത് പോലെ അവരിങ്ങനെ ഇരുന്നിട്ട് റൂമിയുടെ പോയം ഇങ്ങനെ വായിക്കും. പോയം ഇങ്ങനെ വായിച്ച് ബാക്കിയുള്ളവർ അതിലിങ്ങനെ ലയിച്ച് ഇങ്ങനെ മുഴുകി ഇരിക്കുന്ന കാണും. ചിലർക്ക് അതിൻ്റെ മീനിങ് അറിയാം, ചിലർക്ക് അതിൻ്റെ മീനിങ് അറിയില്ല. പക്ഷെ അതിലൂടെ ഒഴുകുന്നത് അതാരാണോ രചിച്ചത്, ഈ വരികളിലൂടെ വസന്തം ഹൃദയങ്ങൾക്ക്, വരണ്ടുപോയ ഹൃദയങ്ങൾക്ക് വസന്തം സെറ്റ് ചെയ്തവരാരാണോ അവരുടെ ഹൃദയത്തിലെ വസന്തത്തെ നുകർന്നെടുക്കാണ്. അപ്പോൾ ഈ വരികൾക്കുള്ളിൽ നിന്നും റൂമി ഉദ്ദേശിച്ച ഒരുപാട് ഹൃദയങ്ങളിലേക്ക് റൂമി എത്തിച്ചിട്ടുള്ള ആ വസന്തമുണ്ട്. അതിനെ അനുഭവിക്കാൻ, അതിനെ ഗ്രഹിക്കാൻ ചിലർ മൗനത്തിൽ, സൈലൻസിൽ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ മീനിങ് അറിയുമെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഒരു മിനിറ്റ് അതൊന്ന് നോക്കിയാലോ? ഒന്നുമില്ല, എൻ്റെ ഈ നിർത്താതെ തോരാതെ ഉള്ള മലവെള്ളപ്പാച്ചിൽ പോലെയുള്ള സംസാരത്തിൻ്റെ ഒഴുക്കിൽ നിന്നും ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് ഞാൻ ഈ വരികൾ മാത്രം ഒന്ന് റിസൈറ്റ് ചെയ്യുക. അതിൻ്റെ മീനിങ് ഒന്നും അറിയാതെ, ഇത് വസന്തത്തിൻ്റെ വരിയാണ്, ഇത് കാരുണ്യത്തിൻ്റെ വരിയാണ്, ലക്ഷോപലക്ഷം ആളുകളുടെ ഹൃദയത്തിൽ ചലനം ഉണ്ടാക്കിയിട്ടുള്ള, വസന്തം ഉണ്ടാക്കിയിട്ടുള്ള, വിത്ത് മുളപ്പിക്കൽ സാധ്യമാക്കിയിട്ടുള്ള ഒരു വരി. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, ഇതിൻ്റെ ഭാവം ഒന്ന് ഞാൻ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കട്ടെ എന്ന ബോധ്യത്തോട് കൂടിയിട്ട് ഒന്ന് കണ്ടംപ്ലേറ്റ് ചെയ്ത് നോക്കാം. റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. റെഡിയാണോ എല്ലാവരും? റെഡിയാണോ? ഓക്കെ, വണ്ടർഫുൾ വണ്ടർഫുൾ. അപ്പം നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ണടിച്ചിരിക്കാം. റൂമി പോയട്രിയിൽ ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഫൈൻ. നമ്മൾ മെഡിറ്റേഷനൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ ഒന്ന് ഫീൽ ചെയ്ത് റിലാക്സ് ചെയ്ത് ജസ്റ്റ് ഒരു നാല് ലൈന് നമുക്ക് റിസൈറ്റ് ചെയ്യണം. പക്ഷെ അതിൻ്റെ ഒരു ഭാവം ഒന്ന് ഉള്ളോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആ വരികളോട് നമ്മളൊരു കൂറ് പുലർത്തുന്ന ഭാഗമായിട്ട് ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് അലൈൻ ചെയ്തിട്ട് ഐ എം ഗൈഡഡ് എന്ന ഫീലിങ്ങോടുകൂടി ജസ്റ്റ് ഒന്ന് ഇരിക്കാം. ജസ്റ്റ് അതിൽ കണ്ടംപ്ലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഓപ്പൺ മൈൻഡോട് കൂടി ഇരുന്ന് കൊടുക്കാം. റെഡി? ഭർത്തുവേ താദശ് സദേ ഭർ മാവദീൻ താഷുദേ ദാനേ പസീറന്തേ ജമീൻ ഹാകമീനോ ഹർച്ച ധർവൈ കാശിതീ
भी क़ियानत जिनसे आन बर्दाश्ती, इन अमानत ज़ान इनायत याफ्तास्त, काफ्ताबे अदल बरवे ताफ्तास्त, ता निशाने हक नयायद नौबहार, खाक सबसे रान सासद आशिकार, पर तुवे दादश सदे बर मावदीन, ताशुदे दाने पसीरन दे जमीन, खाकमीनो हर चे तरवे खाशती, भी क़िनायत जिनसे आन बर्दाश्ती. ഓക്കെ, കം ബാക്ക്. താങ്ക് യു സോ മച്ച്. അപ്പം ഇതിലെവിടെക്കോ ചില സത്തകൾ കിടക്കുന്നുണ്ടായിരിക്കും. എനിക്ക് പറയലിൻ്റെ ഒഴുക്കിലേക്ക് പെട്ടെന്ന് പോസ് ചെയ്ത് പാട്ടിനിലേക്ക് വരുമ്പോൾ കുറച്ച് സമയമാണ് ഷിഫ്റ്റ് ചെയ്യാൻ. പക്ഷെ എനിക്ക് തീരെ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പിന്നീട് ഒരു സമയം കിട്ടുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു മൊമെൻറ്റിൽ ഏതെങ്കിലും റൂമി നൈറ്റിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ശരിക്കും ഇതിലൊന്ന് കണ്ടംപ്ലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഇന്ന് ഇത്രയും നേരം ഞാൻ പറഞ്ഞ ആ റൂമിയുടെ മസ്നവിയിലെ 4 വരികളുടെ ആകെ തുക എന്ന് പറഞ്ഞാൽ, മണ്ണിലും വിണ്ണിലും എല്ലാത്തിലും പ്രവർത്തിക്കുന്നവനായ ദൈവത്തിൻ്റെ പ്രകാശമാണ് എല്ലാത്തിലും ഉള്ളത്. മണ്ണിനെ മണ്ണായി നിർത്തിയതും ആ മണ്ണിനെ കൊണ്ട് തന്നെ പൊന്ന് വിളയിപ്പിക്കുന്നതിനൊക്കെ പിറകിൽ നിശ്ചലമാക്കി വെച്ചതിലും ബോധമില്ലാതെ നിൽക്കുന്നതിൻ്റെ അകത്തൊക്കെ ഒരു ബോധമുണ്ട്. അവർക്കൊക്കെ ബോധമുണ്ട് എന്നതിൻ്റെ പ്രൂഫാണ് ഒരു ബോധവും ഇല്ല നമുക്ക് തോന്നുന്ന മണ്ണിന് ജലവുമായി ചേർന്ന്, വിത്തുമായി ചേർന്ന്, പ്രകാശവുമായി ചേർന്ന് ഒരുമിച്ച് ദൈവിക കമാൻഡിൽ ഒന്നിച്ച് പ്രവർത്തിക്കണം. മണ്ണ് വേറെയാണ്, വിത്ത് വേറെയാണ്, ജലം വേറെയാണ്. ഓരോന്നിനും ഓരോ തലങ്ങളാണ്, ഓരോ ശൈലികളാണ്. പ്രകാശം വേറെയാണ്. പക്ഷെ ഇവരെല്ലാവരും ഒരു കമാൻഡിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പം അവരൊന്നായി മാറുന്നു. ആ വിത്ത് മുളയ്ക്കുന്ന പ്രക്രിയയിൽ തന്നെ വ്യത്യസ്ത ഭാവത്തിലുള്ള, വ്യത്യസ്ത ശൈലികളിലുള്ള, വ്യത്യസ്ത കൾച്ചറുകളുള്ള, വ്യത്യസ്ത സിസ്റ്റംസ് ഉള്ള, ആറ്റിറ്റ്യൂഡുള്ള വിഭവങ്ങളെ ഒരുമിപ്പിച്ച് ഒറ്റ കമാൻഡിൽ ഒരു മരം ഉണ്ടാക്കിയിട്ട് ലോകർക്ക് കാരുണ്യം കൊടുക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ഉദാഹരണമായിരിക്കണം നമ്മളെന്ന മനുഷ്യരെല്ലാവരും. ഞാൻ വേറെയാണ്, നിങ്ങൾ വേറെയാണ്. എൻ്റെ ശൈലികൾ വേറെയാണ്, നിങ്ങളുടെ ശൈലികൾ വേറെയാണ്. ചിലർക്ക് സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ ചൂടിൻ്റെ തലമായിരിക്കാം ചിലരുടെ ശൈലി. ചിലർ മണ്ണ് പോലെ ഗ്രൗണ്ടഡ് ആയിരിക്കാം, മറ്റു ചിലർ ജലം പോലെ ഒഴുകുന്നവരായിരിക്കാം, മറ്റു ചിലർ വിത്ത് പോലെ മുള പൊട്ടാൻ കാത്തിരിക്കുന്നവരായിരിക്കാം. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേരുന്നതിന് ഒരു പോയിന്റ് ഉണ്ട്. അതാണ് ഒന്നിലേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ, ഒറ്റ ദൗത്യത്തിന് വേണ്ടി ചേരുക എന്നുള്ളത്. ആ ദൗത്യം ഭൂമിയിൽ വസന്തം വരുന്നതോട് കൂടിയിട്ട് പച്ചപ്പ് നൽകുക, കായ്ക്കനികൾ ഉണ്ടാവുക, സന്തോഷം നൽകുക, തണൽ കൊടുക്കുക എന്നത് ഒരു വിത്തിൽ ദൗത്യമാണെന്ന് മനസ്സിലാക്കിയപ്പം ആ ദൗത്യം വിത്തിന് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ പറ്റൂല. അവിടെ മണ്ണ് ചേരുകയാണ് അതിന് വേണ്ടിയിട്ട്, വെള്ളം ചേരുകയാണ് അതിന് വേണ്ടിയിട്ട്, പ്രകാശം ചേരുകയാണ് അതിന് വേണ്ടിയിട്ട്. അവിടെയല്ലേ ഏറ്റവും വലിയ ലോ ഓഫ് അട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് പ്രകൃതി മൊത്തം കൺസ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ആ വിത്തിനെ മരമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മണ്ണ് കൺസ്പയർ ചെയ്തില്ലേ, മണ്ണ് ഗൂഢാലോചന നടത്തിയില്ലേ, അതുപോലെ തന്നെ ജലം ഗൂഢാലോചന നടത്തിയില്ലേ, കർഷകൻ അതിലേക്ക് വന്ന് ചേർന്നില്ലേ, വസന്തകാലം അതിന് വേണ്ടി വന്നില്ലേ, കാലാവസ്ഥകൾ അതിന് വേണ്ടി വന്നില്ലേ. വിത്തിന് എന്തെങ്കിലും അറിയുമായിരുന്നോ? വിത്തിനൊന്നും അറിയുമായിരുന്നില്ല. വിത്തിന് മാത്രമാണ് തോന്നിയതുണ്ട് ഞാനൊരു ഇരുട്ടത്ത് ഇങ്ങനെ കിടക്കുകയാണെന്ന്. നീ ഒന്നും കാണാതെ, വെളിച്ചം കാണാതെ, പച്ചപ്പ് കാണാതെ, മുള പൊട്ടാതെ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും നിനക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുകയായിരുന്നു ഈ മണ്ണും ജലമൊക്കെ. അങ്ങനെ ഗൂഢാലോചന മണ്ണും ജലമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിത്ത് ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ എവിടെയാണ്, ഞാൻ മരിച്ചു പോയി, ഞാൻ ഇരുട്ടത്തായോ, ഞാൻ ഇല്ലാണ്ടായോ എന്ന് ചിന്തിക്കുമ്പം അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന മണ്ണിന് എന്താ തോന്നുന്നത്? പിന്നെ നിനക്ക് വേണ്ടിയിട്ടല്ല നമ്മളൊക്കെ എന്തിനാണ് ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എവിടെയെങ്കിലൊക്കെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു തോന്നിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ അടുത്തൂടെ കടന്നു പോകുന്ന കാറ്റും നിങ്ങളുടെ ശ്വാസവും പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. ഇന്നുദിച്ച പ്രഭാത സൂര്യൻ പോലും നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട്, നിങ്ങളുടെ കാര്യങ്ങൾ കൂടി നടത്തിത്തരാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സൂര്യൻ്റെ കാരുണ്യത്തിനോട് നിങ്ങൾ വഴിമാറി നടക്കരുത്, നന്ദികേട് കാണിക്കരുത്. നിങ്ങൾക്ക് ചുറ്റുള്ള മനുഷ്യന്മാരൊക്കെ അതിനു വേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മുഖം തിരിച്ച് നന്ദി ഇല്ലാത്തവരായിട്ട് മാറരുത്. അപ്പോൾ ഒന്നുമില്ല എന്ന് തോന്നുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നുമില്ല എന്ന് തോന്നുന്ന അവസ്ഥയിലും ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നതാണ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ബന്ധമില്ലാത്ത എല്ലാവരും ഒന്നാക്കണത്. പരസ്പരം ബന്ധിപ്പിക്കാൻ സാധിക്കാത്ത എല്ലാത്തിനെയും ബന്ധിപ്പിച്ചിട്ട്
ഒരുപാട് പേർക്ക് ഒരുമിച്ച് ഗുണം നൽകുന്ന, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവനാകുന്നു ദൈവം. അവൻ്റെ പ്രവർത്തനങ്ങളുടെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മണ്ണിൻ്റെ പ്രവർത്തനത്തിലൂടെയും വിത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയും ജലത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ പ്രവർത്തനം തന്നെയാണെന്നുള്ള. നിങ്ങളുടെ ശരീരം മണ്ണിൽ നിന്നുമാണെങ്കിൽ ഈ മണ്ണിലും അതുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരത്തിനാകുന്ന മണ്ണിൻ്റെ അകത്തൂടെ ഒഴുകുന്ന രക്തം ജലത്തിൽ നിന്നുമുള്ളതാണെങ്കിൽ, അത് വെള്ളത്തിൽ നിന്നുമുള്ളതാണെങ്കിൽ, നിങ്ങൾക്ക് അകത്തുള്ള ജലത്തിലും ആ രക്തത്തിലും ജലമാകുന്ന ജലപ്രവാഹമാകുന്ന രക്തപ്രവാഹത്തിൻ്റെ അകത്തും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങൾ സൂര്യപ്രകാശം എന്ന് പതിക്കുന്നത് പോലെ വെളിച്ചമായിട്ട് അറിവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുന്ന സമയത്ത് ആ സൂര്യപ്രകാശം നിങ്ങളുടെ ഉള്ളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള. ഇതിനെല്ലാം ശരിയായ ബോധത്തോട് കൂടിയിട്ട് ശരിയായ രീതിയിൽ സമ്മേളിപ്പിക്കുമ്പോഴാണ് നമ്മൾ മൈൻഡും ബോഡിയും സോളൊക്കെ അലൈൻഡ് ആകുമ്പം യൂണിവേഴ്സ് പോലും പ്രപഞ്ചം പോലും അവർക്ക് അനുകൂലമായി നിന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്. അതിന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഇന്ന് കുറച്ച് നേരത്തെ നമ്മൾ GT വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എനിക്ക് നേരെ എയർപോർട്ടിലേക്ക് പോകാനുള്ളത് കൊണ്ട് ഈ കുറഞ്ഞ സമയത്താണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ എടുത്ത് കിട്ടിയിട്ടുണ്ട് എന്ന പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. നമ്മുടെ ഗൈഡഡ് ടോക്കിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കാരണം നമ്മളൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ചർച്ചകളിലേക്ക് കുറച്ച് സമയത്തേക്കാണെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ വിശ്വാസം പുതുക്കാൻ, നമ്മളിലെ വസന്തത്തെ പുതുക്കാൻ, നമ്മളെ വരണ്ട ഹൃദയത്തിലേക്ക് വീണ്ടും വെളിച്ചം എത്തിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് കൂടി ഗൈഡഡ് ടോക്ക് കമ്മ്യൂണിറ്റി ഒന്ന് സജസ്റ്റ് ചെയ്യാം. അവരോടുകൂടി ആ ലിങ്ക് അയച്ചു കൊടുത്താൽ അവർക്ക് ഇതിൻ്റെ ലിങ്ക് കിട്ടും. അതിലൂടെ ഗൈഡ് ടോക്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അത് നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ളൊരു ദൗത്യമാണ്. വസന്തം സംഭവിക്കണമെങ്കിൽ മണ്ണും ജലവും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അപ്പം അതുപോലെ തന്നെ ഇനി ഒരുപാട് ആളുകളുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഇതുപോലത്തെ വസന്തങ്ങൾ എത്തിച്ചു കൊടുക്കണമെങ്കിൽ കിട്ടിയവർക്കൊക്കെ ദൗത്യമുണ്ട് മറ്റുള്ളവരിലേക്ക് അറിയിക്കുക എന്നുള്ളത്. അപ്പം പറ്റുന്നവർക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഇതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവർ കൂടി നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഗൈഡ് ടോക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു കാര്യമായിരിക്കും. ആൻഡ് ഓൾസോ നമ്മളെ ഈ മന്തിലെ ഗൈഡഡ് കോഡ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗൈഡഡ് ടോക്ക് എന്ന് പറഞ്ഞൊരു അവെയർനെസ് അവേക്കണിംഗ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടില്ല. ഇവിടെ പറഞ്ഞ ഞാൻ പല വിസിറ്റത്തിലും നിങ്ങൾക്ക് ചിലപ്പം അതെങ്ങനെയെന്നുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെ ആക്കിയെടുക്കുന്നു എന്നുള്ളത് ഒരു ചിട്ടയായ പരിശീലനം തന്നെ വേണം. അത് ഇവിടുത്തെ ഒരു മണിക്കൂർ സെഷൻ കൊണ്ടൊന്നും നടക്കണതല്ല. അപ്പോൾ അതിനെ പരിശീലിപ്പിച്ചെടുക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് ഗൈഡഡ് കോഡ്. അപ്പോൾ ഗൈഡഡ് കോഡ് ഈ മാസത്തെ എല്ലാ മാസവും ഉണ്ട്. ഈ മാസത്തെ വർക്ക്ഷോപ്പ് നമ്മൾ നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് വീക്കിലെ ഗൈഡഡ് കോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിലെ ഗൈഡഡ് കോഡിലേക്കും ജോയിൻ ചെയ്യാം. ചെയ്തവരുണ്ടെങ്കിൽ ചെയ്താൽ നന്നാകുമെന്ന് തോന്നുന്ന ആരെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം. എല്ലാവർക്കും ഒരുപാട് 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 സ്നേഹം. നെക്സ്റ്റ് വീക്കിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.